ആന്റിബോഡി ഇല്ലാത്ത രക്തഗ്രൂപ്പ് ഏത്? എ-ബി രക്തഗ്രൂപ്പ്. രക്തത്തെ വ്യത്യസ്ത ഗ്രൂപ്പുകളായി തിരിക്കുന്നത് അരുണരക്താണുക്കൾ അടങ്ങിയിരിക്കുന്ന ഏതിന്റെ സാന്നിധ്യമാണ്? ആന്റിജനുകൾ. രോഗാണുക്കളെ നശിപ്പിക്കുവാൻ കഴിവുള്ള ശ്വേതരക്താണുക്കൾക്ക് ഉദാഹരണം ന്യൂട്രോഫിൽ, മോണോസൈറ്റ്. വിൽപ്പന നികുതി ചുമത്തുന്നത് സംസ്ഥാന സർക്കാർ. കസ്റ്റംസ് ഡ്യൂട്ടി ചുമത്തുന്നത് കേന്ദ്ര സർക്കാർ. ഇന്ത്യയിൽ ഒരു സാമ്പത്തിക വർഷം എന്നത് ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെ. 1969 ജൂലൈ 19-ന് 14 ബാങ്കുകൾ ദേശസാൽക്കരിച്ചപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരായിരുന്നു? ശ്രീമതി ഇന്ദിരാഗാന്ധി. ബാങ്കുകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്നത് റിസർവ് ബാങ്ക്. ആരുടെ ജന്മദിനമാണ് ദേശീയോദ്ഗ്രഥന ദിനമായി ആചരിക്കുന്നത്? ശ്രീമതി ഇന്ദിരാഗാന്ധി. സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ലോർഡ് വെല്ലസ്ലി. വേലുത്തമ്പി ദളവ പ്രസിദ്ധമായ കുണ്ടറ വിളംബരം നടത്തിയ വർഷം 1809. 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് EMS നമ്പൂതിരിപ്പാട്. സാമ്പത്തിക വളർച്ച കണക്കാക്കുന്നതിലെ അടിസ്ഥാനം ദേശീയ വരുമാനം. ഹ്യൂമൻ ഡെവലപ്മെന്റ് റിപ്പോർട്ട് തയ്യാറാക്കുന്നത് UNDP. ആധുനിക പരിസ്ഥിതി പ്രസ്ഥാനത്തിന്റെ മാതാവായി അറിയപ്പെടുന്ന ഏഞ്ചൽ കാഴ്സൺ രചിച്ച വിഖ്യാത ഗ്രന്ഥം സൈലന്റ് സ്പ്രിങ്. നമുക്ക് എല്ലാവരുടെയും ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്താനുള്ള വിഭവങ്ങളുണ്ട്. എന്നാൽ ഒരാളുടെ പോലും അത്യാഗ്രഹത്തെ നിറവേറ്റാനുള്ളതില്ലതാനും. ആരുടെ വാക്കുകളാണിത്? മഹാത്മാഗാന്ധി. പരിസ്ഥിതി സംരക്ഷണത്തിനും വികസനത്തിനുമുള്ള ആദ്യ ലോക സമ്മേളനം നടന്ന സ്ഥലം സ്റ്റോക്ക്ഹോം. ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി സ്ഥാപിച്ച വർഷം 1907. ഭിലായ് സ്റ്റീൽ പ്ലാന്റ് ഏത് രാജ്യത്തിന്റെ സാങ്കേതിക സഹായത്തോടെയാണ് നിർമ്മിച്ചത്? റഷ്യ. ജർമ്മൻ സാങ്കേതിക സഹായത്തോടെ നിർമ്മിച്ച സ്റ്റീൽ പ്ലാന്റ് റൂർക്കേല. ദുർഗാപൂർ സ്റ്റീൽ പ്ലാന്റിന് സാങ്കേതിക സഹായം നൽകിയ രാജ്യം ഇംഗ്ലണ്ട്.